ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വയോധികനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ കാർ ആര് ആണ് ഓടിച്ചത്, അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞോ? അനുജ, ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ അപകടം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ കാക്കിക്കവലയിൽ വെച്ച് അമിത വേഗതയിലെത്തിയ ആ കാറ് 72 വയസ്സുള്ള വയോധികനെ, എലപ്പാറ സ്വദേശി വർഗീസിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കുമളിയിൽ പോയതിനു ശേഷം തിരികെ ഓട്ടോയിൽ വന്ന ആളാണ് ഈ വർഗീസ് എന്ന് പറയുന്നത്. കാക്കിക്കവലയിൽ വണ്ടി നിർത്തിയതിനു ശേഷം ആ ഓട്ടോയിൽ നിന്നിറങ്ങി മറുവശത്തേക്ക് കടക്കുന്നു. അവിടെ നിന്ന് വീണ്ടും തിരികെ ഓട്ടോ കിടക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴാണ് അമിത വേഗതയിലെത്തിയ ഈ കാറ് ഇടിച്ച് തെറിപ്പിക്കുന്നത്. പിന്നാലെ ഈ വർഗീസിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗുരുതരമായ നിലയിൽ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് വർഗീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് ഈ വാഹനം ഏതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ആശുപത്രിയിൽ നിന്നുള്ള ഇന്റിമേഷൻ ലഭിച്ചിട്ടില്ല. ഇന്റിമേഷൻ ലഭ്യമാകുന്ന മുറയ്ക്ക് കേസെടുക്കും, വാഹനം കസ്റ്റഡിയിലെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആ വയോധികനെ കുറച്ചധിക ദൂരം ഈ കാർ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അനുജ, വണ്ടിപ്പെരിയാറിലാണ് വാഹനാപകടമുണ്ടായത്. വയോധികനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു.